നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിലെ കുറ്റപത്രം ഇഡിക്ക് നൽകാൻ കോടതിയുടെ തീരുമാനം. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി SFIO സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഈ കുറ്റപത്രമാണ് ഇഡിക്ക് നൽകാൻ കോടതി തീരുമാനിച്ചത്. കുറ്റപത്രം കിട്ടിയാൽ ഉടൻ തന്നെ ഇഡി നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ SFIO കണ്ടെത്തിയാലും ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല ഇഡിക്കാണ്. CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിൽ ഉള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നിയമ നടപടികളിലേക്ക് ഇഡി കടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയായാൽ അറസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകളടക്കം ഈ നടപടികൾ മുന്നിൽ കണ്ട് പ്രതിരോധ നീക്കത്തിന് ഒരുങ്ങുകയാണ്. നിലവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഡൽഹി ഹൈക്കോടതി SFIയുടെ നടപടി തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയനും വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഡൽഹി ഹൈക്കോടതി ഈ മാസം 21-ന് കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. അതിനു മുമ്പേ തന്നെ വീണ വിജയനെതിരെ നടപടി എടുക്കാനാണ് ഇഡി ഒരുങ്ങുന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അകത്താവാനും സാധ്യതയുണ്ട്. കരിമണൽ കമ്പനിയായ CMRLൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് 2.7 കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് SFIയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIക്ക് അനുമതി നൽകിയിരുന്നു. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ 3 മടങ്ങ് വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് വീണ ചെയ്തതെന്നാണ് SFIയുടെ കണ്ടെത്തൽ. കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഇഡി. അതായത് SFIയും ഇഡിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഏജൻസികളും തമ്മിൽ ഏകോപനം കൂടുതലാണ്. CMRLൽ നിന്നും നൽകാത്ത സേവനത്തിന് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റിയെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീണ വിജയന് പണം നൽകിയത് അഴിമതിയാണെന്നും SFIO കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ CBIയും എത്തുമെന്നാണ് സൂചന. അങ്ങനെ CBI എത്തിയാൽ അന്വേഷണം പിണറായി വിജയനിലേക്കും നീളും. അങ്ങനെ വന്നാൽ പിണറായി വിജയനും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്.